ചെയ്യാം എന്നതാണ്. ഞാനതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തൊരു ഈ കണ്ടന്റ് നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഇത് ചെക്ക് ചെയ്ത് നോക്കുക. എന്നാൽ പിന്നെ ഒട്ടും ലേറ്റ് ആക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ ലാപ്പിൻ്റെ സ്ക്രീനാണ്. ക്രോം ഓപ്പൺ ചെയ്യുക. അത് നമുക്ക് ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അതിൽ നമുക്ക് ക്യാൻവ എന്ന് സെർച്ച് ചെയ്യാം. ക്യാൻവ ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജ് ഓപ്പണായി വരും. അപ്പോൾ ഞാൻ ഈ പേജിനെ ക്ലോസ് ചെയ്യാൻ പോവാണ്. ക്ലോസ് ചെയ്തു. ഞാൻ ക്യാൻവ ഓൾറെഡി എൻ്റെ ലാപ്പിൽ ഡൗൺലോഡ് ആക്കിയിട്ടിട്ടുണ്ട്. ഞാനതിനെ ഓപ്പൺ ആക്കുവാണ്. ഒന്ന് ലോഡാകും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ ഇതാ ക്യാൻവ ആപ്പ് ഓപ്പണായി വന്നിട്ടുണ്ട്. സൈഡിൽ നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇമെയിൽ ഐ ഡി യൂസ് ചെയ്തോ ഫോൺ നമ്പർ യൂസ് ചെയ്തോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം ഡോക്ക്, വൈറ്റ് ബോർഡ്, പ്രസൻറ്റേഷൻ, മൊബൈൽ, വീഡിയോ, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, പിന്നെ പ്രസൻറ്റേഷൻ മൊബൈൽ, യൂട്യൂബ് തംബ്നെയിൽ, ലോഗോസ്, അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ വേണ്ടത് പ്രസൻറ്റേഷനാണ്. 16:9 അത് ക്ലിക്ക് ചെയ്യുക. ഒന്ന് ലോഡായിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ആ സൈഡിലായിട്ട് നമുക്ക് ഡിസൈൻ, എലമെൻറ്റ്സ്, ടെക്സ്റ്റ്, ബ്രാൻഡ്, അപ്ലോഡ്സ്, ഡ്രോ, പ്രോജക്ട്സ്, ആപ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നു. നമുക്ക് ഡിസൈൻ എടുക്കാം. ഡിസൈനിനുള്ളിൽ ടെംപ്ലേറ്റ്സ്, ലേഔട്ട്സ്, സ്റ്റൈൽസ്, അങ്ങനെ 3 ഉണ്ട്. ഇതിൽ നമുക്ക് വേണ്ടത് ടെംപ്ലേറ്റ്സ് ആണ്. ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഒരു പേജ് ഓപ്പണായി വരും. മേലെ ബ്ലൂ, പിങ്ക്, സ്കൂൾ ഹിസ്റ്ററി, അങ്ങനെ കുറേ കാണുന്നുണ്ട്. സ്കൂൾ എടുക്കാം. നോക്കുമ്പോഴേക്കും യൂണിവേഴ്സിറ്റി, എഡ്യൂക്കേഷൻ, ബാക്ക് ടു സ്കൂൾ, അങ്ങനെ കുറേ കാണുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ളത് മാത്രമേ വരത്തുള്ളൂ. അതായത് സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആയിരിക്കും വരുന്നത്. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഒരു ടെംപ്ലേറ്റ്സും സെലക്ട് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ എല്ലാ ടെംപ്ലേറ്റ്സും നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിനി ഇവിടെ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുക. അതിൽ പേജസ് കൊടുത്തിട്ടുണ്ട്. 1 of 10 അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ കിരീടം വെച്ച കുറച്ച് സാധനങ്ങളുണ്ട്. അത് പ്രോയാണ്, അത് എടുക്കാൻ പറ്റത്തില്ല, അത് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അത് നോക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളേതെങ്കിലും ഒന്ന് നല്ലത് നോക്കി സെലക്ട് ചെയ്യുക. ഞാനപ്പോൾ ഇതാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇത് കണ്ടോ, എല്ലാത്തിൻ്റെയും മേലെ ഒരു പ്ലസ് സൈന്. ഇതിൽ ടോട്ടലായിട്ട് 10 പേജസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഈ പേജ് എടുക്കുവാണ്. ക്ലിക്ക് ചെയ്തു. ഇങ്ങനെ വരും. ഞാൻ ആ പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ അത് വെച്ച് ക്ലിക്ക് ചെയ്യുന്നു. ഫുള്ള് സെലക്റ്റായി. അത് കഴിഞ്ഞിട്ട് ഞാനതിൽ ഈ കണ്ടന്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ പ്രസൻറ്റഡ് ബൈ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അവിടെ നമ്മുടെ പേര് വയ്ക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അവിടെ വയ്ക്കേണ്ടത് അതെല്ലാം കൊടുക്കുക. ഞാൻ നെയിമെന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ പേരെന്താണോ അത് വയ്ക്കുക. ഞാനിവിടെ കോളേജിൻ്റെ പേര് ആഡ് ചെയ്യുകയാണ്. ജസ്റ്റ് ഞാൻ XY എന്നൊക്കെ പറഞ്ഞ് ഇട്ടേക്കുവാണ്. നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യുക. ഈ ഫോൾഡറിൽ നിന്ന് എഴുതിയിരിക്കുന്നവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ആവും. നമുക്ക് ഫോണ്ടിൻ്റെ അവിടെ പോയി അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ഫോണ്ട് വരും. ഏതാണോ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന ഫോണ്ട് ഇതാണ്. ഞാനത് സെലക്ട് ചെയ്ത് കൊടുത്തു. അടുത്ത് നമുക്ക് ഈ ഫോണ്ടിൻ്റെ
സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ആ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയും കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അടുത്ത് നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് കോളേജ് നെയിം എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്നില്ലേ, അതിൻ്റെ ഫോണ്ട് മാറ്റാം. ആ ഫോണ്ട് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള സ്റ്റൈൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവിടെ മാറുന്നത് നമുക്ക് കാണാം. അടുത്ത് താഴെ ടൈമർ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ് എഴുതിക്കുന്നതിന് മേലെയായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാം. അത് ആഡ് പേജ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഇഷ്ടംപോലെ പേജസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പേജാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പേജ് ക്ലിക്ക് ചെയ്യുവാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇപ്പുറത്ത് നമുക്ക് ആ പേജ് ഡിസ്പ്ലേ ആയിട്ട് വരും. നമുക്ക് നമ്മുടെ ടോപ്പിക് ഏതാണോ അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് സെലക്ട് ആവും. എന്നിട്ട് നമ്മൾ ഡിലീറ്റ് കൊടുത്താൽ മതി. അതായത് നമ്മുടെ ടോപ്പിക്ക് എന്താണോ അവിടെ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യേണ്ടത് അത് നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വെർബെന്ന് ടൈപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഏതാണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ ആ വെർബിൻ്റെ അവിടെ സെലക്ട് ചെയ്തു. എൻ്റെ ഇഷ്ടമുള്ള ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ സൈസ് ഇൻക്രീസ് ചെയ്യുവാണ്. എനിക്ക് ഈ നമ്പേഴ്സിൻ്റെ ആവശ്യമില്ല, ഞാൻ അത്രയും സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. അത് തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ അവിടെ മേലെ ഒരു അൺഡു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആ നമ്പേഴ്സ് ഇത്രയും തിരിച്ചു വരും. എനിക്ക് നമ്പേഴ്സിൻ്റെ നേർക്ക് എഴുതിയിരിക്കുന്നൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാനത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുവാണ്. എല്ലാം ഡിലീറ്റ് ചെയ്തു. ഞാൻ നമ്പേഴ്സും കൂടി ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യുവാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ അപ്ലോഡ്സ് എടുക്കുക. അപ്ലോഡ്സ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും കുറേ ഫോട്ടോസ് കാണാം. ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസാണ്. നമുക്ക് വേറെ ഫോട്ടോസ് വേണമെങ്കിൽ അപ്ലോഡ് ഫയൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫയൽസിലോട്ട് പോകും. നമുക്ക് ഏതാണോ ഇമേജ് നമുക്ക് ആവശ്യമുള്ളത് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ക്യാൻവയിലോട്ട് ആ ഫോട്ടോ വരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഫോട്ടോയാണ് സെലക്ട് ചെയ്യുന്നത്. അതിനെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ക്യാൻവയിലോട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലോഡാവും. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത പിക്ചറിന് മേലെ വെച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഇമേജ് നമ്മുടെ പേജിലോട്ട് വന്നു. ഇനി നമുക്ക് എത്രയാണ് സൈസ് വേണ്ടത് അതനുസരിച്ച് കൂട്ടിയോ കുറച്ച് നമുക്ക് കൊടുക്കാം. അടുത്ത് എനിക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിനായി ഞാൻ ടെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണ്. ഇവിടെ ഹെഡിങ്, സബ് ഹെഡിങ്, ബോഡി ഇതൊക്കെ നമുക്ക് കാണാം. ഞാൻ ബോഡി സെലക്ട് ചെയ്തു. ഞാനിപ്പോൾ ജസ്റ്റ് XX എന്ന് ടൈപ്പ് ചെയ്യുവാണ്. നിങ്ങളുടെ കോണ്ടൻറ്റ് ഏതാണോ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ വീണ്ടും അത് സെലക്ട് ചെയ്തു. എനിക്കതിൻ്റെ ഫോണ്ട് മാറ്റണം. ഞാൻ ഫോണ്ട് ക്ലിക്ക് ചെയ്തു. എനിക്കിഷ്ടമുള്ള ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്യുവാണ്. അതിൻ്റെ സൈസും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിനി ഒരു പേജും കൂടെ വേണം. ആഡ് പേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. അവിടെ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ കുറേ പേജസ് ഉണ്ട്. അതിൽ ഞാൻ ഈ പേജ് സെലക്ട് ചെയ്തു. അടുത്ത് ഞാനിവിടെ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് പകരമായി പിക്ചർ എന്ന് ടൈപ്പ് ചെയ്യുവാണ്. എനിക്കിനി അതിൻ്റെ ഫോണ്ട് മാറ്റി കൊടുക്കണം. ഞാൻ ഫോണ്ട് ക്ലിക്ക് ചെയ്തു. എനിക്കിഷ്ടമുള്ളൊരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്യുവാണ്. അത് ഞാൻ സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തു. അടുത്ത് നമുക്ക് ഓരോ ടെക്സ്റ്റ് കളർ കാണാം. ഞാൻ അതിനെ ക്ലിക്ക് ചെയ്യുവാണ്. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കുറച്ച് കളേഴ്സ് നമുക്ക് കാണാം. നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ബ്ലാക്ക് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ബ്ലാക്ക് ക്ലിക്ക് ചെയ്തു. എനിക്കത് മതി. അത് കഴിഞ്ഞിട്ട് അണ്ടർലൈൻ ഓപ്ഷൻ ഉണ്ട്. എനിക്ക് അണ്ടർലൈൻ വേണ്ട. അടുത്തതായിട്ട് ഇവിടെ അലൈൻമെൻറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അലൈൻമെൻറ്റ് ഏതാണോ വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത് ലിസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ അതേപോലെ സെലക്ട് ചെയ്യുക. അതിനടുത്ത് സ്പേസിംഗ് ആണ്. ലൈൻ സ്പേസിങ്ങും അതേപോലെ തന്നെ ലെറ്റർ സ്പേസിങ്ങും ഉണ്ട്. എത്രയാണോ വേണ്ടത് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അടുത്ത് നമുക്കിവിടെ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും സ്റ്റൈൽ എഫക്ട്സ് കുറേ കാണുന്നുണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തു. അടുത്ത് എഫക്ട്സിൻ്റെ അടുത്തായിട്ട് അനിമേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും
ഇങ്ങനൊരു പേജായിരിക്കും ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. നമുക്ക് ഏതാണോ അനിമേഷൻ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റിന് മാത്രമേ വരത്തുള്ളൂ, ഫുൾ പേജും വരത്തില്ല. ഫുൾ പേജ് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ പേജ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അനിമേറ്റ് കൊടുക്കുമ്പോഴേക്കും അങ്ങനെ വരും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പോർഷൻ മാത്രമേ അനിമേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ സെക്കൻഡ് പേജ് ക്ലിക്ക് ചെയ്യുവാണ്. എനിക്ക് ആ വെർബിന് ഒരു അനിമേഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ അനിമേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ വീണ്ടും ഇങ്ങനെ വന്നു. എനിക്കിഷ്ടമുള്ളത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ അതിന് വേണമെന്ന് തോന്നുന്നത് അത് കൊടുക്കുക. അതേപോലെ തന്നെ ഞാൻ ഇമേജിനും അനിമേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടിനും ഞാൻ അനിമേഷൻ കൊടുത്തു. അടുത്ത് ഞാൻ തേർഡ് പേജിലോട്ട് പോവുകയാണ്. അവിടെ പിക്ചർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതിൻ്റെ അനിമേഷൻ ഞാൻ കൊടുക്കുവാണ്. അത് കൊടുത്തു. അടുത്ത് ഞാൻ ഇമേജ് സെലക്ട് ചെയ്തു. ഇമേജ് സെലക്ട് ചെയ്തിട്ട് ആ ഇമേജിന് ഞാൻ അനിമേഷൻ കൊടുക്കുവാണ്. അതും കൊടുത്തു കഴിഞ്ഞു. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജസ് നമുക്ക് താഴെ കാണുന്നുണ്ട്. അതിൽ തേർഡ് പേജിൻ്റെ മേലെയായിട്ട് 3 ഡോട്ട്സ് ഉണ്ട്. ആ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഡ്യൂപ്ലിക്കേറ്റ് പേജ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തേർഡ് പേജിൽ എന്താണോ ഉണ്ടായിരുന്നത് ആ സെയിം തന്നെ ഫോർത്ത് പേജിലോട്ട് വരും. ആ പേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായി. ഇനി ഒരു പേജ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ സെയിം 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ കോണ്ടൻറ്റ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിനെ എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഷെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്ക് മുകളിൽ കാണാം. അതിന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ PDF സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെയായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. PDF സ്റ്റാൻഡേർഡ്, PDF പ്രിൻറ്റ്, PPTX, MP4 വീഡിയോ, JPG, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഇതിൽ നമുക്ക് വേണ്ടത്, ഞാൻ എടുക്കുന്നത് MP4 വീഡിയോസാണ്. അത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇങ്ങനൊരു പേജായിരിക്കും വരുന്നത്. അവിടെ ഓൾ പേജസ് 4 എന്ന് കൊടുത്തിട്ടുണ്ട്. കാര്യം നമ്മൾ 4 പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ അവിടെ വരും. അടുത്ത് ഞാൻ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുവാണ്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഈ കോണ്ടൻറ്റ് വീഡിയോ ഡൗൺലോഡ് ആവുന്നുണ്ട്. കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനൊരു പേജ് ഓപ്പണായി വരും. നമുക്ക് ഏത് ഫോൾഡറിലാണോ അത് സേവ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ സേവ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഒരു ഈ കോണ്ടൻറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിന് ഈ കോണ്ടൻറ്റ് 2 എന്ന് പറഞ്ഞ് സേവ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഈ കോണ്ടൻറ്റ് വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേജിൻ്റെ ആവശ്യമില്ല. അടുത്ത് ഞാൻ എവിടെയാണോ ആ ഈ കോണ്ടൻറ്റ് വീഡിയോ സേവ് ചെയ്തത് ആ ഫോൾഡർ ഞാൻ എടുക്കുവാണ്. ഞാൻ ആ ഫോൾഡർ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് ഞാൻ ഈ കോണ്ടൻറ്റ് 2 എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുവാണ്. സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ കോണ്ടൻറ്റ് വീഡിയോ വന്നു. നമുക്കതിനെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്ത ഈ കോണ്ടൻറ്റ് വീഡിയോയ്ക്ക് മ്യൂസിക്സും കുറച്ച് എഫക്ട്സും ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിക്കതിൻ്റെ ലാപ്പിൽ ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ Gmail വഴി ആ വീഡിയോ എൻ്റെ ഫോണിലോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്.
നമ്മൾ ചെയ്ത ഈ കോണ്ടന്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോണിൽ വന്നോ എന്ന് നോക്കാം. ഇതെൻ്റെ ഫോണിൻ്റെ സ്ക്രീനാണ്. ഇതിൽ ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്പ് കാണാം. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴേക്കും വീഡിയോ ഫോട്ടോ കൊളാജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ ന്യൂ ഓപ്ഷൻ എടുക്കുക. നമ്മുടെ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ ക്യാൻവാസ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇങ്ങനൊരു പേജ് ആയിരിക്കും വരുന്നത്. അവിടെ നമുക്ക് കുറേ റേഷ്യോസ് കാണാം. 16:9, 9:16. എനിക്കവിടെ 16:9 ആണ് വേണ്ടത്. ഞാൻ അതിനെ സെലക്ട് ചെയ്തു ടിക്ക് ചെയ്യുവാണ്. അടുത്ത് നമുക്ക് കുറച്ച് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്ത് കളറാക്കാം. മ്യൂസിക്കിൻ്റെ സൈൻ കണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങളൊരു പേജ് വരും. അവിടെ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ മ്യൂസിക് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ മേലെ കുറച്ച് ഓപ്ഷൻസ് കാണാം. മൈ മ്യൂസിക്കിൽ നമ്മുടെ ഫോണിൽ ഉള്ള മ്യൂസിക്, നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ആക്കിയിരിക്കുന്ന മ്യൂസിക് ആയിരിക്കും മൈ മ്യൂസിക്കിൽ കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷോട്ട് തന്നെ തരുന്ന കുറച്ച് മ്യൂസിക്സ് ഉണ്ട്. അതായിരുന്നാലും നമുക്ക് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാം. ഞാനപ്പോൾ ഈ മ്യൂസിക്കാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് യൂസ് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ മേലെയായിട്ട് മ്യൂസിക് ആഡ് ആയിട്ടുണ്ട്. മ്യൂസിക്കിൻ്റെ മേലെ വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് ആവും. എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മ്യൂസിക്കൊക്കെ ആഡ് ചെയ്തു. ഫെയ്ഡ് ഔട്ടും ഫെയ്ഡിനൊക്കെ ചെയ്തു. ടിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ കോണ്ടന്റ് വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ആനിമേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ഇൻ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫെയ്ഡ് ഔട്ട്, ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് വീണ്ടും ഉണ്ട്. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ നമുക്ക് ഒന്നും കൂടി പ്ലേ ചെയ്ത് നോക്കാം. ഈ കോണ്ടന്റ് വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇൻഷോട്ടിൻ്റെ വാട്ടർമാർക്ക് കാണാം. അത് മാറ്റാൻ വേണ്ടിയിട്ട് വാട്ടർമാർക്കിൻ്റെ മേലെ വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ റിമൂവ് ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ജസ്റ്റ് ഒന്ന് ലോഡ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആഡ് വരും. അത് കണ്ടു കഴിയുമ്പോഴേക്കും വാട്ടർമാർക്ക് റിമൂവ് ആവുന്നതാണ്. നമ്മൾ ചെയ്ത ഈ കോണ്ടന്റ് വീഡിയോ നമുക്ക് ഡൗൺലോഡ് ആക്കണം. അതിന് വേണ്ടിയിട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മേലെയുണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോ ഡൗൺലോഡ് ആവുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മൾ ഡൗൺലോഡ് ആക്കിയ വീഡിയോ ഗാലറിയിൽ വന്നോ എന്ന് നോക്കാം. ഗാലറിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം.